എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാക്കുന്നത്. എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും. എന്നിട്ടത് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്. അറിവില്ലായ്മയുടെ തുടക്കം. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായില്ലെങ്കിലും ആരുടെ ജീവിതത്തിലും ഇരുട്ട് പകരാൻ നമ്മൾ കാരണമാവരുത്. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ജീവിതത്തിലെ ഏതു സാഹചര്യത്തെയും മറികടക്കാൻ കഴിയുന്നവർ ബഹുമാനത്തിന് അർഹനാണ്. ഏതു സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവർ അതിന് ഓരോ ഒഴിവുകഴിവുകൾ കണ്ടെത്തുന്നു. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നിങ്ങളെ തളർത്തുക എന്ന് പഠനങ്ങൾ പറയുന്നു. മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് എന്ന് പറയുന്നത്. നല്ലതു മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക, എന്നാൽ മനസ്സു നന്നാക്കാം. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ചു തന്നെ നേടിയെടുക്കാനുള്ളതാണ്. പലരും കടന്നുവരും, തളർത്തും, വളർത്തും. ഒന്ന് മാത്രം ആലോചിച്ചാൽ മാത്രം മതി. നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ്. പ്രശ്നങ്ങളെ തരണം ചെയ്ത് നേടുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും അതുപോലെ തന്നെ നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. തുഴയാൻ പേടിക്കാതെ തോണികൾ മാറ്റിയിട്ടെന്തു കാര്യം? ജ്ഞാനിയായ മനുഷ്യൻ തനിക്കുണ്ടാകുന്ന വേദനകളെ സഹിക്കുന്നു, അംഗീകരിക്കുന്നു, എന്നാൽ ഒരിക്കലും അതിനെ ഭയന്ന് പിന്മാറുന്നില്ല. മനസ്സ് ഒരു കാന്തമാണ്. അതിനോടടുക്കുന്നതിനോട് അതും അടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, ഒരിക്കലും സത്യങ്ങളായിക്കൊള്ളണമെന്നില്ല. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഒരുപാട് കൊതിക്കുന്നവരാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. പുസ്തകങ്ങൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകില്ല, പക്ഷേ അത് നിങ്ങളെ ഉത്തരം നൽകാൻ പ്രാപ്തമാക്കും. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. ഒന്നാമത്തേത് ആരോടും എല്ലാം പറയരുത്. രണ്ടാമത്തേത് ഒരിക്കലും പറഞ്ഞത് മറക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ക്ഷമയുള്ളവനായി
മാറുക തന്നെ ചെയ്യണം. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത്. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനക ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹം എത്ര ഇരട്ടി കൊടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി തിരികെ കിട്ടും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. അളവിൽ കവിഞ്ഞ് ആർക്ക് കൊടുത്താലും തിരികെ കിട്ടുന്നത് അതിരറ്റ വേദന മാത്രമാണ്. മാത്രമല്ല, കൊടുക്കുന്തോറും അതിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് നയിക്കുന്നതാണ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിവുള്ളവൻ അത് നേടിയെടുക്കാനും കഴിയുന്നേയുള്ളൂ. ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു സ്ത്രീ അയാളിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അയാളുടെ പെരുമാറ്റമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷന് അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താൽപ്പര്യം കാണിക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നവർ പരാജയപ്പെടാനായി മാത്രം പ്ലാൻ ചെയ്യുകയാണ്. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല. ആരും തോൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കമല്ല. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക. എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയാതിരുന്നാൽ ചിലർ നമ്മുടെ മൗനത്തിന് വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവും ആയിരിക്കും. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു. അത് ഒരിക്കലും നിങ്ങളുടെ നാളെയുടെ നാശമാവരുത്.